നോക്കച്ചാ, ഈ വിലക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടി. സാധാരണക്കാരെ മനസ്സിലാക്കി സാധാരണക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെയും ഇല്ലേ? ലൈബ വെഡിങ് സെന്റർ അല്ലേ? കറക്റ്റ്. വില വളരെ കുറവാണ്. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നിലമ്പൂർ ചന്തക്കുന്ന് പുതിയ ബസ് സ്റ്റാൻഡിന് DPR തയ്യാറാക്കൽ ഉടൻ പൂർത്തീകരിക്കും. ബസ് സ്റ്റാൻഡിന് ആര്യടൻ മുഹമ്മദ് സ്മാരക മുനിസിപ്പൽ സെൻട്രൽ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന പേര് നൽകാനും നഗരസഭാ ഭരണസമിതി തീരുമാനം. നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് DPR തയ്യാറാക്കൽ പ്രവർത്തനങ്ങളുടെ പ്രധാന ഭാഗം പൂർത്തീകരിച്ച ആർക്കിടെക്ട് സിയാദ് കെ സലീമിന് തുടർ കൺസൾട്ടൻസി സേവനങ്ങൾക്കായി ചുമതല നൽകാനും പുതിയ കരാർ നൽകാനും നഗരസഭാ കൌൺസിൽ തീരുമാനിച്ചു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പുതിയ നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി 2018 പൊളിച്ചു മാറ്റിയത്. ബസ് സ്റ്റാൻഡ് സൌകര്യമില്ലാത്തതിനാൽ യാത്രക്കാരും പൊതുജനങ്ങളും വിദ്യാർത്ഥികളും സ്ത്രീകളും വയോജനങ്ങളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളും ദീർഘകാലമായി വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചു വരികയാണ്. ബസ് സ്റ്റാൻഡ് നിർമ്മാണ പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി സർവേ, പ്ലാൻ, ഡിസൈൻ, 3D വ്യൂ തുടങ്ങിയ പ്രധാന ഭാഗം ആർക്കിടെക്ട് സിയാദ് കെ സലീം പൂർത്തീകരിച്ചിരുന്നു. അതിനായി നഗരസഭ 6 ലക്ഷം രൂപ അനുവദിച്ചതുമാണ്. എങ്കിലും കഴിഞ്ഞ ഭരണസമിതി ലേ ഇൻഡസ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് 2025 ജനുവരി 25 കരാർ നൽകുകയും 15,57,480 രൂപ നൽകുകയും ചെയ്തു. DPRന് ആവശ്യമായ അംഗീകാരങ്ങൾ ലഭിക്കാതിരിക്കുകയും ടൌൺ പ്ലാനർ നിർദ്ദേശിച്ച അപാകതകൾ നിലനിൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പദ്ധതി കാലതാമസം നേരിട്ടതായി കൌൺസിൽ വിലയിരുത്തി. ലേ ഇൻഡസ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് നൽകിയ കരാർ ഒഴിവാക്കാനും നൽകിയ സംഖ്യ തിരിച്ചുപിടിക്കാനും 2026 ജൂലൈ 8 തീരുമാനിച്ചിരുന്നു. ആവശ്യമായ സാങ്കേതിക തിരുത്തലുകൾ, അംഗീകാരങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിനായി മാർക്കറ്റ് നിരക്കും നിയമാനുസൃത വ്യവസ്ഥകളും അടിസ്ഥാനമാക്കിയാണ് പുതിയ കരാർ നൽകുന്നത്. കഴിഞ്ഞ 7 വർഷക്കാലമായി പൊളിച്ചു കിടക്കുന്ന ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിക്കാൻ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായി. ഇതുവരെ അത് കാലതാമസം നേരിട്ടത് നേരത്തെ ആ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിക്കാൻ വേണ്ടി DPR അല്ല, അതിൻ്റെ സൈറ്റ് പ്ലാൻ, അതേപോലെ 3D ഒക്കെ തയ്യാറാക്കിയിരുന്ന ഒരു സിയാദ് കെ സലീമും അതിനുശേഷം വന്ന ലീ ഇൻഡസ് ഹെൽത്ത് കെയർ കേരള ലിമിറ്റഡ്, അങ്ങനെ 2 കക്ഷികൾ അതിലുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ആളുകൾ വേണ്ടത്ര നഗരസഭയുമായി ബന്ധപ്പെട്ട് എഗ്രിമെൻറ്റിൽ വെച്ച ആ എഗ്രിമെൻ്റ് അനുസരിച്ചുള്ള പ്രവൃത്തികൾ നടത്തിയിട്ടില്ലെന്നും അവരെ അത് നിയമാനുസൃതം അറിയിച്ചിട്ടും ആവശ്യമായ രേഖകൾ അവർക്ക് ഹാജരാക്കാൻ കഴിയാതെ വരികയും എന്നാൽ അവർ 15.5 ലക്ഷം രൂപ നഗരസഭയിൽ നിന്ന് DPR ഉണ്ടാക്കാൻ വേണ്ടി കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് അതേസമയം തന്നെ ആദ്യം എഗ്രിമെൻ്റ് വെച്ച 6 ലക്ഷം നഗരസഭയിൽ നിന്ന് കൈപ്പറ്റിയ സിയാദ് കെ സലീമിൻ്റെ പരാതിക്കനുസരിച്ച് രണ്ടും ഞങ്ങൾ പരിശോധിക്കുകയും AXC അടക്കമുള്ള ആളുകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തേതാണ് നഗരസഭയ്ക്ക് സാമ്പത്തികമായും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.